ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നമ്മുടെ മാക്സ് പ്ലാങ്ക് എച്ച് കണ്ടുപിടിച്ചതിനെ കുറിച്ചൊക്കെ സംസാരിച്ചായിരുന്നു. ഇനി മാക്സ് പ്ലാങ്ക് അത് കണ്ടുപിടിച്ച മാക്സ് പ്ലാങ്കിന് അറിയില്ല ഇതിപ്പോ എന്താണ്, എന്ത് സാധനമാണെന്ന് മാക്സ് പ്ലാങ്കിന് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് എച്ച് എന്ന് പറഞ്ഞു, അത്രേ ഉണ്ടായുള്ളൂ. പിന്നെ ആ ഒരു ഞാൻ പറഞ്ഞല്ലോ, ആ കർവ് ഒന്ന് ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് മാക്സ് പ്ലാങ്ക് അത് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഹേർട്സ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ഒരു പരീക്ഷ ചെയ്യുന്നതിന്റെ ഇടയിൽ അദ്ദേഹം ലൈറ്റ് വീഴുമ്പോൾ ഒരു മെറ്റലിന്റെ സർഫസിൽ നിന്നും ഒരു എന്തോ ഒരു പാർട്ടിക്കിൾ പോകുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ ഗ്ലോ ചെയ്യുന്നുണ്ട്. ആ സാധനം ഇങ്ങനെ ഗ്ലോ ചെയ്യാണ്. ലൈറ്റ് വീഴുമ്പോൾ ഈ മെറ്റലിന്റെ സർഫസ് ഗ്ലോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. അദ്ദേഹം അന്ന് അവർക്ക് അറിയുന്ന കുറെ കാര്യങ്ങളൊക്കെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കി, നടന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിന്റെ ഇടയ്ക്ക് അദ്ദേഹം പറഞ്ഞായിരുന്നു, ഇതിൽ എന്തോ ഒരു സംഗതി കിടപ്പുണ്ട്, ഇത് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വാതിലായിരിക്കും തുറക്കാന്നൊക്കെ പറഞ്ഞു. എന്തോ ഹേർട്സ് ഏകദേശം 36 വയസ്സിലുള്ള ഹേർട്സ് മരിക്കും. പിന്നീട് ഹേർട്സിന്റെ ഒരു സ്റ്റുഡന്റ് ഈ എക്സ്പെരിമെന്റ് കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ അയാൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. കാര്യം മനസ്സിലായി എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഈ ലൈറ്റ് ഇതിന്റെ മുകളിൽ അടിക്കുമ്പോൾ, ഈ മെറ്റീരിയൽ അടിക്കുമ്പോൾ ലൈറ്റ് ഈ മെറ്റീരിയലിൽ വന്ന് വീഴുന്നുണ്ട്. ഈ ലൈറ്റ് ഇതിന്റെ മുകളിൽ വന്ന് വീഴുമ്പോൾ ഇതിന്റെ ഈ മെറ്റലിന്റെ സർഫസിൽ നിന്ന് ഇലക്ട്രോൺസ് ആണ് പുറത്തോട്ട് പോകുന്നത്. നമുക്കറിയാം, മെറ്റൽ എന്ന് പറഞ്ഞാൽ മെറ്റലിന്റെ ഉള്ളിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണല്ലോ കറന്റ് ഒക്കെ ഫ്ലോ ചെയ്യുന്നത്. അതിനാണ് നമ്മുടെ മെറ്റൽസിൽ ഒരുപാട് ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഫ്രീ ഇലക്ട്രോൺസിന് മെറ്റലിന്റെ ഉള്ളിൽ ഇങ്ങനെ ഓടിക്കളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഫ്രീ ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഈ മെറ്റലിന്റെ സർഫസിന്റെ ഉള്ളിൽ ഇങ്ങനെ ഓടിക്കളിക്കാൻ പറ്റും. മെറ്റലിന്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഈ ലൈറ്റ് ഇതിന്റെ മുകളിൽ വീഴുമ്പോൾ ഈ സർഫസിൽ നിന്നും ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇത് കുറെ തരം എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്ത് നോക്കി, ഈ പലതരത്തിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി. അപ്പോൾ എന്നിട്ടൊന്നും ഇതിനൊരു എക്സ്പ്ലനേഷൻ, അതായത് തന്നിരിക്കുന്ന ഒബ്സർവേഷനെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പ്ലനേഷൻ ആർക്കും കൊടുക്കാൻ പറ്റിയില്ല. ആ സമയത്താണ് നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ മാക്സ് പ്ലാങ്ക് ഉപയോഗിച്ചിരുന്ന ആ എച്ചുമായിട്ട് വരുന്നത്. ആ എച്ചുമായിട്ട് വന്നിട്ട് ഇവിടത്തെ പ്രശ്നം ആൽബർട്ട് ഐൻസ്റ്റീൻ സോൾവ് ചെയ്യുകയാണ്. അതിന്റെ പേരാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. അത് ഐൻസ്റ്റീൻ സോൾവ് ചെയ്തപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, ആളുകൾക്ക് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, എന്താണ് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് പറയാം നമുക്ക്. അപ്പോൾ പ്രശ്നം എന്തായിരുന്നു, നമ്മൾക്കൊരു മെറ്റലുണ്ട്, മെറ്റലിന്റെ സർഫസിലോട്ട് ലൈറ്റ് റേ വരികയാണ്. ലൈറ്റ് റേ വരുമ്പോൾ അതിൽ നിന്ന് ഇലക്ട്രോൺസ് എസ്കേപ്പ് ആവുന്നുണ്ട്. അപ്പൊ ഇലക്ട്രോൺ ശരിക്കും എസ്കേപ്പ് ചെയ്യാൻ പാടില്ല, കാരണം ഇലക്ട്രോൺ ഒരു ബൗണ്ടഡ് പാർട്ടിക്കിൾ ആണ്. ഇലക്ട്രോൺ ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിന് ആ സർഫസിൽ, ഒരു മെറ്റലിന്റെ സർഫസിൽ ഇലക്ട്രോണിനെ കൂടി നടക്കാം, പക്ഷെ ഈ സർഫസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം ന്യൂക്ലിയസ് ഈ ഇലക്ട്രോണിനെ ബൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മുടെ സർഫസിലൂടെ കളിക്കുന്ന പ്രശ്നമില്ല, പുറത്തേക്ക് പോകാൻ ന്യൂക്ലിയസ്, കാരണം അത് ബൗണ്ടഡ് ആണ്. അതിനാണ് നമ്മൾ ബൗണ്ടഡ് എന്ന് പറയാം. ഇപ്പൊ എർത്തും സണ്ണും ബൗണ്ടഡ് ആണ്. നമുക്ക് ഒരിക്കലും സണ്ണിന്റെ ഫീൽഡിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ എർത്തും സണ്ണും ബൗണ്ടഡ് ആണ്. അതുപോലെ എർത്തിന് വേണമെങ്കിൽ എസ്കേപ്പ് ചെയ്യാം. എർത്തിന് അത്രയും കൂടുതൽ എനർജി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും ഒരു കോമറ്റ് ഒക്കെ എടുത്തുകൂടെ വന്നിട്ട് എർത്തിനെ അങ്ങോട്ട് അബ്സോർവ് ചെയ്ത് പോവുകയാണെങ്കിൽ, എർത്തിനെ അട്രാക്ട് ചെയ്യുകയാണെങ്കിൽ എർത്തിന് രക്ഷപ്പെടാം. അത്രയും എനർജി വേണം. നമ്മുടെ എർത്തും സണ്ണും തമ്മിലുള്ള അട്രാക്ഷൻ എനർജിയേക്കാൾ കൂടുതൽ എനർജി വേറെ എവിടെയെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ എർത്തിന് എസ്കേപ്പ് ചെയ്ത് പോവാം. കൂടുതൽ എനർജി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എർത്തിന് എസ്കേപ്പ് ചെയ്ത് പോവാം. അപ്പൊ അതുപോലെ ഇവിടെ ഇതാണ് നമ്മുടെ, ഞാൻ മെറ്റലിവിടെ വരച്ചിട്ടുണ്ട്. മെറ്റലിന്റെ ഉള്ളിൽ ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺ ബൗണ്ടഡ് ആണ്. അപ്പൊ ഇലക്ട്രോൺ ഒരു ബൗണ്ടഡ് പാർട്ടിക്കിൾ ആണ്. ബൗണ്ടഡ് പാർട്ടിക്കിൾ നമ്മൾ ശ്രദ്ധിക്കുക, ഇതിന് സർഫസിലൊക്കെ ഓടിക്കളിക്കാൻ പറ്റും, ഇതിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. അതാണ് പ്രശ്നം. ലൈറ്റ് വരുമ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യ കാര്യം മനസ്സിലാക്കണം, ബൗണ്ടഡ് പാർട്ടിക്കിൾ, എന്ത് ബൗണ്ടഡ് പാർട്ടിക്കിൾ ആയിക്കോട്ടെ, ഇറ്റ് വിൽ അബ്സോർബ് എനർജി കംപ്ലീറ്റ്ലി. നമ്മൾ എനർജി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബൗണ്ടഡ് പാർട്ടിക്കിൾ ആ എനർജി മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യും. ബൗണ്ടഡ് പാർട്ടിക്കിൾ എനർജി മുഴുവനായിട്ട് അബ്സോർബ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഇനി ഇതാണ് എന്റെ മെറ്റീരിയൽ ഇലക്ട്രോൺ ഉണ്ട്. ഇലക്ട്രോൺ ബൗണ്ടഡ് ആണ്. ഈ ഇലക്ട്രോണിന്റെ ബൗണ്ട് ചെയ്തിരിക്കുന്ന സ്ട്രെങ്ത്തിനെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് വർക്ക് ഫംഗ്ഷൻ. ചില പാർട്ടിക്കിൾസിലെ, ചില മെറ്റൽസിലെ വർക്ക് ഫംഗ്ഷൻ വളരെ കൂടുതലായിരിക്കും. അതായത് ഇലക്ട്രോൺ ഹൈലി ബൗണ്ടഡ് ആയിരിക്കും, ഭയങ്കര സ്ട്രോങ് ആയിട്ട് ബൗണ്ടഡ് ആയിരിക്കും. ചില സ്ഥലത്ത് വർക്ക് ഫംഗ്ഷൻ വളരെ വീക്ക് ആയിരിക്കും. അതായത് ഇലക്ട്രോൺ അത്ര സ്ട്രോങ് ആയിട്ടൊന്നും ബൗണ്ടഡ് ആയിരിക്കില്ല. ചെറിയ എനർജി കൊടുത്താൽ തന്നെ ഇലക്ട്രോണിനെ പുറത്തേക്ക് കളയാൻ പറ്റും. അപ്പോൾ സാധനമുണ്ട് വർക്ക് ഫംഗ്ഷൻ. ഇപ്പൊ വിചാരിക്കാം, ഞാനൊരു റേഡിയേഷൻ ഇതിന്റെ മുകളിൽ കൊടുക്കുകയാണ്. ഈ ഐൻസ്റ്റീൻ പറഞ്ഞ എങ്ങനെയാണ്, ഞാൻ ഇതിന്റെ മുകളിൽ നമ്മുടെ ഒരു എന്താ പറയുക ലൈറ്റ് കൊടുക്കുകയാണ്. അപ്പൊ ലൈറ്റിന് ഒരു ഫ്രീക്വൻസി ഉണ്ടാവുമല്ലോ. ലൈറ്റ് ഒരു വേവ് ആണ്, അതുകൊണ്ട് ലൈറ്റിന് എന്തായാലും ഒരു ഫ്രീക്വൻസി ഉണ്ടായിരിക്കും.
ആ ഫ്രീക്വൻസി വേവ് ഫംഗ്ഷനേക്കാൾ അല്ലെ വർക്ക് ഫംഗ്ഷനേക്കാൾ കുറവാണെങ്കിൽ, അതായത് വരുന്ന വരുന്ന എനർജി വർക്ക് ഫംഗ്ഷനേക്കാൾ കുറവാണ്, അതായത് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ, ഈ ബൗണ്ടിങ്ങിനെ അൺബൗണ്ടർ ആക്കാൻ മാത്രം എനർജി അയാൾക്കില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ എത്ര വേവ് ഞാൻ കൊടുത്തിട്ട് അങ്ങനത്തെ എത്ര ലൈറ്റ് അടിച്ചിട്ടും കാര്യമില്ല, ഇവിടെ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് വരില്ല. കാരണം ഫ്രീക്വൻസി, ഈ എനർജി, ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ എനർജി അല്ലെങ്കിൽ ലൈറ്റിന്റെ എനർജി വർക്ക് ഫംഗ്ഷനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ എത്ര വേവ് ഞാൻ അയച്ചിട്ടും കാര്യമില്ല. ഞാൻ 4-5 ഒന്നും ഒപ്പം വിട്ടിരുന്നൊരു കാര്യമില്ല. എച്ചിന് എന്തായാലും വർക്ക് ഫംഗ്ഷനേക്കാൾ കുറവാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇലക്ട്രോൺ പുറത്തേക്ക് പോവില്ല. ഇനി എച്ച് ന്യൂ ഞാൻ അപ്പൊ എന്റെ ചെറിയ ഫ്രീക്വൻസി നടക്കുന്നില്ല, അപ്പൊ ഞാൻ ഹയർ ഫ്രീക്വൻസിയുള്ള ഒരു വേവ് അടിച്ചു നോക്കി. അപ്പൊ എച്ച് ന്യൂ വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ആവുകയാണെങ്കിലോ, അപ്പൊ ഞാൻ കൊടുക്കുന്ന വർക്ക് ഫംഗ്ഷന് ഞാൻ കൊടുക്കുന്ന എച്ച് ന്യൂ ഈസ് ഈക്വൽ ടു വർക്ക് ഫംഗ്ഷൻ. അപ്പൊ ഞാൻ കൊടുക്കുന്ന വേവിന്റെ എനർജി അല്ലെങ്കിൽ ലൈറ്റിന്റെ എനർജി വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അപ്പോ ബൗണ്ടറി പാർട്ടിക്കിൾ ആ എനർജി മുഴുവനായിട്ട് അബ്സോർവ് ചെയ്യും. മുഴുവനായിട്ട് അബ്സോർവ് ചെയ്തിട്ട് ഇയാൾ പുറത്തേക്ക് കൊണ്ടുവരും, ജസ്റ്റ് പുറത്തേക്ക് ചാടും. അയാൾക്ക് എനർജി കിട്ടി, അത് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഈ ബൗണ്ടറിയിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തേക്ക് ചാടാൻ പറ്റും. ഈ എച്ചിനു ഈക്വൽ ടു 5 ഈ ഫ്രീക്വൻസിനെ ഞാൻ പറയുന്ന പേരാണ് എച്ചിനു ഈക്വൽ ടു 5. ഇത് ഞാൻ എച്ചിനു നോട്ട് എന്ന് പറയുകയാണ്. അതായത് എച്ചിനു നോട്ട് 5 വർക്ക് ഫംഗ്ഷൻ ഈക്വൽ ആകുന്ന ആ ഫ്രീക്വൻസി നോട്ടിനെ ഞാൻ പറയുന്ന പേരാണ് ത്രഷോൾഡ് ഫ്രീക്വൻസി. അങ്ങനെ ഒരു ഫ്രീക്വൻസിന് പറയേണ്ട ആവശ്യം എന്താ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്താ ആവശ്യമെന്ന്? കാരണം നമുക്കറിയാം, ഈ ന്യൂ നോട്ടിനേക്കാൾ കൂടുതലുള്ള ഏത് ഫ്രീക്വൻസി അടിക്കുകയാണെങ്കിലും ഇതിന്റെ മുകളിൽ ഇലക്ട്രോണിന് പുറത്തേക്ക് വരാം, അല്ലെ? കുറവടിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രോണിന് പുറത്തേക്ക് വരാൻ പറ്റത്തില്ല. ഇനി ഞാൻ കൊടുക്കുന്ന എനർജി വളരെ കൂടുതലാണെങ്കിൽ, എച്ച് ന്യൂ നോട്ടിനേക്കാൾ വളരെ ഹൈ ഫ്രീക്വൻസി ആയ ഒരു ലൈറ്റ് ആണ് ഞാൻ അടിക്കുന്നതെങ്കിൽ, അപ്പൊ ഞാൻ അടിക്കുന്ന ലൈറ്റ് എച്ച് ന്യൂ ആയിരിക്കും. ന്യൂ വളരെ വലുതാണ്. അപ്പൊ ഇലക്ട്രോൺ എന്താ ചെയ്യുക? ആ വേവ് മുഴുവനായിട്ട് ഇലക്ട്രോൺ അബ്സോർവ് ചെയ്യും. ബൗണ്ട് പാർട്ടിക്കിൾ അബ്സോർവ് എനർജി കംപ്ലീറ്റ്ലി. അപ്പൊ ഇലക്ട്രോൺ ആ എച്ചിന് കംപ്ലീറ്റ്ലി അബ്സോർവ് ചെയ്യും. കംപ്ലീറ്റ്ലി അബ്സോർവ് ചെയ്തിട്ട് അയാൾക്ക് എത്ര വേണ്ടത് എസ്കേപ്പ് ചെയ്യാൻ? അയാൾക്ക് വേണ്ടത് 5 ആണ്, അല്ലെ? വർക്ക് ഫംഗ്ഷൻ ആണ് വേണ്ടത്. അപ്പൊ അയാൾ കിട്ടുന്ന വേവിൽ നിന്ന് 5 അയാൾ അബ്സോർവ് ചെയ്യും. 5 എടുത്തു കഴിഞ്ഞാൽ അയാൾ എസ്കേപ്പ് ആയി. അയാൾ ഇവിടെ നിന്ന് എസ്കേപ്പ് ആയി. അയാൾ മൊത്തം അബ്സോർവ് ചെയ്തിട്ടുണ്ട്, എച്ചിനെ അബ്സോർവ് ചെയ്തിട്ടുണ്ട്. 5 ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5 കിട്ടിക്കഴിഞ്ഞാൽ അയാൾ ഇവിടെ നിന്ന് പുറത്തേക്ക് പോയി. ബാക്കി കുറച്ച് എനർജി അയാളുടെ കയ്യിലുണ്ട്. അതെന്തായിരിക്കും? അത് ആ പാർട്ടിക്കിളിന്റെ കൈനറ്റിക് എനർജി ആയിരിക്കും. അതായത് ഹയർ എനർജി ഉള്ള വേവ് ആണ് ഞാൻ വരുന്നതെങ്കിൽ ഇലക്ട്രോൺ അബ്സോർവ് ചെയ്യും, എന്നിട്ട് ഇലക്ട്രോൺ എസ്കേപ്പ് ആവും. 5 ഉപയോഗിച്ച് എസ്കേപ്പ് ആവും. ബാക്കിയുള്ള എനർജി കൊണ്ട് ഇലക്ട്രോൺ ഹൈ സ്പീഡിൽ ട്രാവൽ ചെയ്യും. ഞാൻ എച്ച് ന്യൂ നോട്ട്, ഞാൻ ത്രഷോൾഡ് ഫ്രീക്വൻസിയാണ് കൊടുക്കുന്നതെങ്കിൽ ഇലക്ട്രോൺ ത്രഷോൾഡ് ഫ്രീക്വൻസി അബ്സോർവ് ചെയ്യും. ജസ്റ്റ് ആ സർഫസിൽ നിന്ന് ചാടി അവിടെ നിൽക്കും, മൂവ് ചെയ്യില്ല. കാരണം ബാക്കി കൈനറ്റിക് എനർജി ഇല്ല. എച്ച് ന്യൂ -5 0 ആണ്, കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. തിയററ്റിക്കലി ഹൈ ഫ്രീക്വൻസി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എച്ചിന് മുഴുവനായിട്ട് ഇലക്ട്രോൺ അബ്സോർവ് ചെയ്യും. അതിൽ 5 വർക്ക് ഫംഗ്ഷൻ അതിൽ നിന്ന് അൺബൗണ്ടർ ആവാൻ വേണ്ടി ഉപയോഗിക്കും. ബാക്കിയുള്ള എനർജി ഇതിന്റെ കൈനറ്റിക് എനർജി ആയിട്ട് മാറും. ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്. ഇനി ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് പറയുമ്പോൾ ഇതിൽ പ്രശ്നമുണ്ട്. അതായത് ലൈറ്റ്, നമുക്കറിയാം ലൈറ്റ് ഒരു വേവ് ആണ്. ലൈറ്റ് വേവ് ആണെന്നാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത്. ലൈറ്റ് വേവ് ആണ്. കാരണം ലൈറ്റിന് വേവ് ലെങ്ത് ഉണ്ട്, അല്ലെ? ലൈറ്റിന് വേവ് ലെങ്ത് ഉണ്ട്. പക്ഷെ ലൈറ്റ് ഡിഫ്രാക്ഷൻ കാണിക്കുന്നുണ്ട്, ഇന്റർഫറൻസ് കാണിക്കുന്നുണ്ട്. അതൊക്കെ വേവ് പ്രോപ്പർട്ടീസ് ആണ്. ആ വേവിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ലൈറ്റ് കാണിക്കുന്നുണ്ട്. ഒരു സാധാരണ ലൈറ്റിന് വേണ്ട എല്ലാ പ്രോപ്പർട്ടി അല്ലെങ്കിൽ വേവിന് വേണ്ട എല്ലാ ക്വാളിഫിക്കേഷൻസും ലൈറ്റിനുണ്ട്. അപ്പൊ ഓക്കെ, അപ്പൊ ലൈറ്റ് വേവ് ആണെന്നാണ് അന്നത്തെ സകല ആളുകളും വിശ്വസിച്ചിരുന്നത്. ആ ഒരു സമയത്താണ്, അതുകൊണ്ടാണ് ആൾക്കാർ ഇങ്ങനത്തെ ഒരു സാധനത്തെ കുറിച്ച് ചിന്തിക്കാത്തത്. നമുക്ക് ലൈറ്റ് വന്നിട്ട് പാർട്ടിക്കിളിനെ ഇടിക്കുകയാണ്, എന്നിട്ട് പാർട്ടിക്കിളിന് എനർജി കൊടുക്കുകയാണ്. അപ്പൊ അത് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യം നമുക്ക് ചിന്തിക്കില്ല. കാരണം അവർ വിചാരിച്ചിട്ടുള്ളത് നമുക്ക് എങ്ങനെ ഒരു വേവ് പോയിട്ട് ഇടിച്ചിട്ട് എങ്ങനെ ഒരു പാർട്ടിക്കിൾ എനർജി കൊടുക്കുക അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. അപ്പോഴാണ് ഐൻസ്റ്റീൻ ഇങ്ങനത്തെ ഒരു ഐഡിയ ആയിട്ട് വരുന്നത്. അപ്പൊ ഇത് ആൾക്കാർക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതായത് ഒരു വേവ് എങ്ങനെയാണ് പാർട്ടിക്കിളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, അല്ലെ? ഒരു വേവ് പാർട്ടിക്കിളുമായിട്ട് എങ്ങനെ ഇന്ററാക്ട് ചെയ്യുന്നു? ഇപ്പൊ ലൈറ്റ് അടിച്ചാൽ ഞാൻ തിരിച്ചു പോവില്ല. അപ്പൊ അതുപോലെ എങ്ങനെയാണ് ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിളാണ്, ലൈറ്റ് ഒരു വേവ് ആണ്. രണ്ടും തമ്മിൽ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത്? അവർക്കത് മനസ്സിലാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴാണ് നമുക്കറിയാം
ലൈറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വേവ് ആണ്. കാരണം ലൈറ്റിന് വേവ് ലെങ്ത് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്. ലൈറ്റ് വേവ് ആണ്, വേവ് ലെങ്ത് ഉണ്ട്, ഫ്രീക്വൻസി ഉണ്ട്, ഡിഫ്രാക്ഷൻ, ഇന്റർഫറൻസ്, ഇങ്ങനെയുള്ള ഒരു വേവ് കാണിക്കുന്ന എല്ലാ ഫിനോമിനയും ലൈറ്റ് ബേസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ലൈറ്റ് വേവ് ആണ്, ആർക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഐൻസ്റ്റീൻ ഈ സംഭവമായിട്ട് വരുന്നത്. ഇതിലെന്താ പറയുന്നത്, ലൈറ്റ് പാർട്ടിക്കിളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാണ്. പാർട്ടിക്കിളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണമെങ്കിൽ അത് പാർട്ടിക്കിൾ ആവണ്ടേ. ഒരു രണ്ട് സാധനങ്ങൾ കൂട്ടിമുട്ടി കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ രണ്ട് പാർട്ടിക്കിളും പാർട്ടിക്കിൾ ആയിരിക്കണം, അല്ലെ? രണ്ടും പാർട്ടിക്കിൾ ആയിരിക്കണം, എന്നാലേ രണ്ടും മെറ്റീരിയൽ ആയിരിക്കണം, എന്നാലേ എന്തെങ്കിലും അവിടെ സംഭവിക്കും. അപ്പോ ഐൻസ്റ്റീൻ പറഞ്ഞു വരുന്നത് ലൈറ്റ് ഇലക്ട്രോണായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പോ ലൈറ്റും എന്താവണമെന്നാണ്, ലൈറ്റും പാർട്ടിക്കിളും ആവണമെന്നാണ് ഐൻസ്റ്റീൻ ഒരു വിധത്തിൽ പറയുന്നത്. അപ്പൊ അതന്നെ ആൾക്കാർക്ക് ദഹിക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്താണ് കോംപ്റ്റൺ എഫക്ട് എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം വരുന്നത്. അത് പറയുന്നത് അത് ഇതേപോലുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. അതായത് അതിനകത്ത് ലൈറ്റ് വന്നിട്ട് ഇലക്ട്രോണിനെ ഇടിക്കുന്നു. എന്നിട്ട് ഇടിക്കുമ്പോൾ ഇലക്ട്രോൺ തെറിച്ചു പോകുന്നു, അല്ലെ? 2 ബില്യാർഡ് ബോൾ കൊള്ളയടി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പോലെ ഇലക്ട്രോൺ വന്നിട്ട്, അല്ലെങ്കിൽ ലൈറ്റ് വന്നിട്ട് നമ്മുടെ ഒരു ഇലക്ട്രോണെ വന്ന് ഇടിക്കുന്നു. അപ്പൊ ഇലക്ട്രോൺ ഒരു സൈഡിലോട്ട് തെറിച്ചു പോകുന്നു. അതായത് രണ്ട് മെറ്റീരിയൽ ആവണം, അതായത് ലൈറ്റ് മെറ്റീരിയൽ ആവണം എന്നാണ് എക്സ്പീരിയൻസ് പറഞ്ഞു വരുന്നത്. അപ്പൊ എന്ത് മനസ്സിലായി, ലൈറ്റിന് പാർട്ടിക്കിൾ ക്യാരക്ടറും ഉണ്ട്. ഇത്തരം പ്രോപ്പർട്ടീസ് ലൈറ്റിന്റെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലൈറ്റിനെ പാർട്ടിക്കിൾ ആയിട്ട് എടുക്കണം. ചില പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് ലൈറ്റിനെ വേവ് ആയിട്ട് എടുക്കണം. അപ്പോൾ അന്നത്തെ ആൾക്കാർ പറഞ്ഞതാണ്, തിങ്കൾ ചൊവ്വ ബുധൻ ഞങ്ങൾ പഠിപ്പിക്കും ലൈറ്റ് വേവ് ആണെന്ന്, ബാക്കിയുള്ള 3 ദിവസം ഞങ്ങൾ പഠിപ്പിക്കും ലൈറ്റ് പാർട്ടിക്കിൾ ആണെന്ന്. ഏതാണ് കറക്റ്റ്? അവർക്ക് ഫുള്ള് കൺഫ്യൂഷൻ ആയിരുന്നു. അതായത് അന്നത്തെ ഒരു കാലഘട്ടം, ചെറുപ്പം മുതലേ ലൈറ്റ് വേവ് ആണെന്ന് പറഞ്ഞു പഠിച്ചു വരുന്ന ആൾക്കാർക്ക് പെട്ടെന്നുള്ളൊരു ബുദ്ധിമുട്ട്, ലൈറ്റ് പാർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട്. അപ്പോ അങ്ങനെയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു ലൈറ്റ് പാർട്ടിക്കിളിന്റെ ക്യാരക്ടർ ഉണ്ട്, ലൈറ്റിന് വേവിന്റെ ക്യാരക്ടർ ഉണ്ട്. അപ്പോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുമാണ്, ഡ്യുവൽ ക്യാരക്ടർ ഉണ്ട് ലൈറ്റിന്. കുറച്ച് കാര്യം അല്ലെ, അങ്ങനെയാണ്. നമ്മളാണ് പറയുക ഒന്നെങ്കിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്, ഏതെങ്കിലും ഒരിടത്ത് നിൽക്കണം. ഗ്രേ ആവാൻ പാടില്ല. നാച്ചുറൽ അങ്ങനെയൊന്നുമില്ല, അല്ലെ? ചില സമയത്ത് അത് പാർട്ടിക്കിൾ പോലെയും. നമുക്കാണ് പാർട്ടിക്കിൾ വേവ് എന്ന് പറഞ്ഞ ബൗണ്ടറി ഉള്ളത്, അല്ലെ? നമുക്കാണ് ബൗണ്ടറി ഉള്ളത്. നാച്ചുറൽ അങ്ങനെ ബൗണ്ടറി ഒന്നുമില്ല. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടി പറയുന്നതാണ് ലൈറ്റിന് നമ്മൾ പാർട്ടിക്കിൾ എന്ന് പറയുന്ന സാധനങ്ങളുടെ പ്രോപ്പർട്ടി ഉണ്ട്, നമ്മൾ വേവ് എന്ന് പറയുന്ന സാധനങ്ങളുടെയും പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ രണ്ടിന്റെയും ഒരു മിക്സ്ചർ ആണ് ലൈറ്റ് എന്ന് പറയുന്നത്. 2 പ്രോപ്പർട്ടി ഉണ്ട് ലൈറ്റിന്. അപ്പൊ അങ്ങനെയൊക്കെ വിശ്വസിച്ചിരുന്ന സമയമാണ്. ആ സമയത്താണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിനെക്കുറിച്ച് പറയുന്നില്ല, പക്ഷെ അത് പറഞ്ഞില്ലെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടത്തില്ല. അപ്പോൾ ആ സമയത്താണ് റുദർഫോർഡിന്റെ ആറ്റോമിക് മോഡൽ വരുന്നത്. റുദർഫോർഡിന്റെ ആറ്റോമിക് മോഡൽ നിങ്ങൾക്ക് അറിയണ്ടായിരിക്കും. റുദർഫോർഡിന്റെ ആറ്റോമിക് മോഡൽ എന്താണ്? അത് എങ്ങനെയാണ്, ഒരു ന്യൂക്ലിയസ് സെൻട്രലുണ്ട്, ചുറ്റും ഒരു ഇലക്ട്രോൺ ഇങ്ങനെ റിവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂക്ലിയസിന് ഇലക്ട്രോൺ ഇങ്ങനെ വട്ടത്തിൽ ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇലക്ട്രോൺ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. ശ്രദ്ധിക്കണം, ഇലക്ട്രോൺ ഒരു ചാർജ് പാർട്ടിക്കിൾ ആണ്. അപ്പൊ പാർട്ടിക്കിൾ ഇങ്ങനെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ റിവോൾവ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേറ്റഡ് മോഷൻ ആണ്. അപ്പൊ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇങ്ങനെ ആക്സിലറേറ്റഡ് മോഷൻ ആയി കഴിഞ്ഞാൽ അതിൽ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പുറത്തേക്ക് വരും. അങ്ങനെ ഈ പാർട്ടിക്കിൾ എനർജി നശിച്ച് അത് ന്യൂക്ലിയസിന് സെൻട്രലിലോട്ട് വീഴണം. ഇങ്ങനെയാണ് ന്യൂക്ലിയസ് വർക്ക് ആവുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആറ്റമെങ്കിൽ ഇലക്ട്രോൺസ് ഒക്കെ അവസാനം ന്യൂക്ലിയസിനുള്ളിലേക്ക് പോയി വീഴണം. അത് വീഴുന്നില്ല, അല്ലെ? വീഴുന്നില്ല. നമ്മൾ കാണുന്ന ആറ്റങ്ങളൊക്കെ നിൽക്കുന്നുണ്ടല്ലോ, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ആയിരിക്കില്ല, ഇതായിരിക്കില്ല അവസ്ഥ. അപ്പൊ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡീബ്രോഗ്ലി ഉദ്ദേശിച്ചത് എങ്ങനെയാണ്? ഐൻസ്റ്റീൻ പറഞ്ഞു ലൈറ്റ് പാർട്ടിക്കിളുമാണ് വേവുമാണ്, അല്ലെ? അപ്പൊ ഡീബ്രോഗ്ലി പറഞ്ഞു നമുക്കറിയാം ഇലക്ട്രോൺ എന്താണ്? ഇലക്ട്രോൺ പാർട്ടിക്കിളാണ്. ഇലക്ട്രോൺ ഒരു പാർട്ടിക്കിളാണ്. പാർട്ടിക്കിള് ആക്സലറേറ്റ് ചെയ്യുമ്പോഴാണ് റേഡിയേഷൻ വരുന്നത്. ഇലക്ട്രോൺ ഒരു വേവ് ആണെങ്കിലോ? ഇലക്ട്രോൺ പാർട്ടിക്കിളാണ്, ഇലക്ട്രോൺ ഒരു വേവ് ആണെങ്കിലോ? വേവ് ആണെങ്കിൽ പ്രശ്നമില്ല. ഇവിടെ സ്റ്റാൻഡിങ് വേവ് എന്ന് പറഞ്ഞൊരു ടേം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ റേഡിയേഷൻ ഉണ്ടാവില്ല. വേവ് ആക്കിയാലുള്ള ഒരു ഗുണമാണത്. അപ്പൊ ഇലക്ട്രോൺ വേവ് ആക്കി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സംഗതി പ്രശ്നം ഇവിടെ വരുന്നില്ല. അപ്പോൾ ഡീബ്രോഗ്ലി പറഞ്ഞു ഇലക്ട്രോൺ പാർട്ടിക്കിളുമാണ് വേവുമാണ്.
അപ്പോൾ വേവ് ആവുകയാണെങ്കിൽ അതിനൊരു വേവ് ലെങ്ത് വേണം, അല്ലെങ്കിൽ ഫ്രീക്വൻസി വേണം. ഉണ്ട് വേവ് ലെങ്ത് ഡി ബ്രോഗ്ലി പറഞ്ഞു, നിങ്ങൾ പ്ലസ് ടു പഠിച്ചിട്ടുണ്ടാവും. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി. എച്ച് എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ്. പ്ലാങ്ക് അന്ന് കണ്ടുപിടിച്ച കോൺസ്റ്റന്റ് ആണ് എച്ച്. പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെന്റം, പാർട്ടിക്കുലർ മൊമെന്റം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? എച്ച് ബൈ എം വി. അപ്പൊ നിങ്ങൾ കാണുന്ന എല്ലാ സാധനത്തിനും എന്തുണ്ട്? ലാംഡ ഉണ്ട്. അതായത് ഡി എന്നാണ് പറയാം. ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരു വേവ് ലെങ്ത് കാണാനല്ലോ. ഇപ്പൊ ഇത് ഈ ക്യാപ്പിലുണ്ടോ വേവ് ലെങ്ത് ഉണ്ടോ? വേവ് ലെങ്ത് ഉണ്ട്. അതായത് നമ്മൾ ശ്രദ്ധിക്കണം, വേവ് ലെങ്ത് ഒക്കെ ഉണ്ട്. ഇത് സയൻസ് പറയുന്ന കാര്യം കറക്റ്റ് ആണ്. സയൻസ് പറയുന്ന കാര്യം കറക്റ്റ് ആണ്. നമുക്കത് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ. നമുക്ക് ഒരു ലിമിറ്റഡ് വേൾഡാണ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. വളരെ ചെറിയ സാധനങ്ങളും വളരെ വലിയ സാധനങ്ങളും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. അപ്പോ ലാംഡ ഈക്വൽ ടു എച്ച് ബൈ എം വി ആണ്. നിങ്ങൾ കാണുന്ന ഈ എച്ചിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 10⁻⁻34. വളരെ ചെറിയൊരു നമ്പറാണ് എച്ച്. ആ എച്ചിനെ ഞാൻ എം വി, നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ എച്ച്. ഇത്രയും ചെറുതാണ്. അതിനെ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു സാധനം കൊണ്ട് ഞാൻ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു ചെറിയ സാധനത്തെ വളരെ വലിയൊരു സാധനം കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യണം. എച്ചിനെ വെച്ച് നോക്കുമ്പോൾ എം വി വളരെ വലുതാണ്. അപ്പോൾ ഓൾറെഡി ചെറുതായ ഒരു സാധനത്തിന് വളരെ വലിയൊരു നമ്പർ കൊണ്ട് നിങ്ങൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം വളരെ ചെറുതായിരിക്കും. അത് നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ മാസ് വളരെ ചെറിയൊരു പാർട്ടിക്കിൾ ആണെങ്കിൽ, മാസ് വളരെ ചെറുതായ ഇലക്ട്രോൺ പോലെയോ പ്രോട്ടോൺ പോലെയോ മാസ് വളരെ ചെറുതായ ഒരു പാർട്ടിക്കിളിന് ഈ ലാംഡ കമ്പയറബിൾ ആണ്. ഈ ലാംഡ കമ്പയറബിൾ ആണ്. അതായത് അവരുടെ സൈസ് വെച്ച് നോക്കുമ്പോൾ ആ ലാംഡ കമ്പയറബിൾ ആണ്. അപ്പൊ ചെറിയ പാർട്ടിക്കിൾസിനാണ് ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. ചെറിയ ആൾക്കാരുടെ ലോകത്താണ്, അല്ലെങ്കിൽ ചെറിയ പാർട്ടിക്കിൾസിന്റെ ലോകത്താണ് ഈ ഡി ബ്രോഗ്ലി ഈ വേവ് ലെങ്ത്തിന് പ്രാധാന്യമുള്ളത്. അതുകൊണ്ടാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ സോൾവ് ചെയ്തത്. റുദർഫോർഡിന്റെ അറ്റോമിക് മോഡലിന് ഇംപ്രൂവ്മെന്റ് വരുത്തുന്നത് ഡി ബ്രോഗ്ലിയുടെ ഈ ലാംഡ എന്ന് പറഞ്ഞ ടേം ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, പാർട്ടിക്കിളിന് വേവ് ക്യാരക്ടറും ഉണ്ട്, പാർട്ടിക്കിൾ ക്യാരക്ടറും ഉണ്ട്. അതുപോലെ ലൈറ്റിനും വേവ് ക്യാരക്ടറും ഉണ്ട്, പാർട്ടിക്കിൾ ക്യാരക്ടറും ഉണ്ട്. അപ്പൊ എല്ലാ പാർട്ടിക്കിളും വേവ് ക്യാരക്ടർ ഉണ്ട്. നമ്മള് അതിനാണ് മാറ്റർ വേവ് എന്ന് പറയാം. അതിന്റെ വേവ് ലെങ്ത് ലാംഡ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് നമ്മുടെ ഡി ബ്രോഗ്ലി പറഞ്ഞത്. ലാംഡ ഈക്വൽ ടു എച്ച് ബൈ പി. അതായത് എല്ലാ പാർട്ടിക്കിളിനും എന്തുണ്ട്? ഒരു വേവ് ലെങ്ത് ഉണ്ട്, ഒരു വേവ് ഉണ്ട്. പക്ഷെ നമ്മളൊരു പാർട്ടിക്കിൾ വെച്ചാൽ ഈ പാർട്ടിക്കിൾ ഒരുപാട് വേവ് ലെങ്ത്തിന്റെ സൂപ്പർ പൊസിഷനാണ് ഉണ്ടാവുക. എല്ലാത്തിന്റെയും ഒരു മൊത്തം ഒരുപാട് വേവുകൾ ഉണ്ടായിരിക്കും. ഇതിന്റെ ഒരു കോമ്പിനേഷനിലാണ് നമ്മുടെ ഈ എല്ലാ വേവുകളും പരസ്പരം ഇന്റർഫിയർ ചെയ്യും. എന്നിട്ട് കൺസ്ട്രക്ട് ഇന്റർഫിയറും ചെയ്യും, ഡിസ്ട്രക്ട് ഇന്റർഫിയറും ചെയ്യും. അങ്ങനെയുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് വേവ്സിന്റെ സമ്മിലാണ് ഒരു പാർട്ടിക്കിൾ ഉണ്ടാവുക. ഒരുപാട് വേവുകളുടെ സമ്മാണ് നമ്മൾ കാണുന്ന ഒരു പാർട്ടിക്കിൾ. അപ്പോ അതായത് ഒരുപാട് വേവുകൾ ഉണ്ട് ഇതിൽ. അതിൽ ഓരോ വേവിന്റെയും വെലോസിറ്റിയെ ഞാൻ പറയുന്ന പേരാണ് ഫേസ് വെലോസിറ്റി അഥവാ വി പി. ഫേസ് വെലോസിറ്റി, അതായത് ഫേസ് വെലോസിറ്റിയിൽ ഓരോ വേവും ഓരോ വെലോസിറ്റിയിലാണ് ട്രാവൽ ചെയ്യുന്നുണ്ടാവുക. ഇനി മൊത്തം ഈ ഒരു ഗ്രൂപ്പ് ഒരുമിച്ച് ഒരു വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്യും. അതിനെ ഞാൻ പറയുന്ന പേരാണ് ഗ്രൂപ്പ് വെലോസിറ്റി അഥവാ വി ജി. ഗ്രൂപ്പ് വെലോസിറ്റി അല്ലെങ്കിൽ വി ജി. അപ്പോ നിങ്ങൾക്കറിയാം, ഏതൊരു സാധനമാണെങ്കിലും ഏതൊരു വേവ് ആണെങ്കിലും നമ്മൾ എങ്ങനെ എഴുതുക? ഒരു ട്രാവലിംഗ് വേവിനെ നമ്മൾ എഴുതാൻ വി പി ട്രാവൽ ചെയ്യുന്ന വേവ് ആണ് ഞാൻ പറയുന്നത്, മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ മൊത്തത്തിലുള്ള ഈ സാധനം മൂവ് ചെയ്യുന്നതിന് നമ്മൾ ഗ്രൂപ്പ് വെലോസിറ്റി എന്ന് പറയാം. ഓരോ പാർട്ടിക്കിൾ ഓരോ വേവ് മൂവ് ചെയ്യുന്നതിന് ഞാൻ ഫേസ് വെലോസിറ്റി എന്ന് പറയാം. അപ്പൊ നമുക്കറിയാം, ഏതൊരു ട്രാവലിംഗ് വേവ് ആണെങ്കിലും അതിന് നമ്മൾ എഴുതാൻ എങ്ങനെ എഴുതാം? സാധാരണ ഇതിൽ എഴുതുക കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി എന്ന് എഴുതാം. അല്ലെങ്കിൽ കോസ് അല്ലെങ്കിൽ സൈൻ, നിങ്ങളുടെ ഇഷ്ടമാണ്. അത് വലിയ വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് ഫേസിന് ഡിഫറൻസ് ചെയ്തു. കോസ് കെ എക്സ് മൈനസ് ഒമേഗ ടി അല്ലെങ്കിൽ സൈൻ കെ എക്സ് മൈനസ് ഒമേഗ ടി. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എന്തായാലും ഒരു കെ ഉണ്ടായിരിക്കും, അതുപോലെ എന്തായാലും ഒരു ഒമേഗ ഉണ്ടായിരിക്കും. ഞാനൊരു വേവ് എഴുതണമെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു കെ ഉണ്ടായിരിക്കും, എന്തായാലും ഒമേഗ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് ഞാൻ എഴുതുകയാണ് എ കോസ് 10t മൈനസ് 3x. ഇതിലേതാ കെ? കെ എന്ന് പറഞ്ഞാൽ എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും കെ. കണ്ടില്ലേ? എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും കെ. ടിയുടെ കോഎഫിഷ്യന്റ് ആയിരിക്കും ഒമേഗ. അപ്പൊ ഒരു ട്രാവലിംഗ് വേവ് എഴുതുകയാണെങ്കിൽ അതിൽ എന്തായാലും ടി ഉണ്ടാവണം, എന്തായാലും എക്സ് ഉണ്ടായിരിക്കണം. എക്സിന്റെ കോഎഫിഷ്യന്റ് ആയിരിക്കും കെ, ടിയുടെ കോഎഫിഷ്യന്റ് ആയിരിക്കും ഒമേഗ. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ്. അപ്പൊ ഏതൊരു വേവ് എഴുതാണെങ്കിൽ ഇങ്ങനെയാണ് എഴുതുക. അപ്പൊ നിങ്ങൾക്ക് ഒരു വേവ് തന്നു, ഇതിലുള്ള ഒരു വേവ് തന്നു ഫേസ്. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? ഫേസ് വെലോസിറ്റി കണ്ടുപിടിക്കണം. ഫേസ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഭയങ്കര എളുപ്പമാണ്. ഒരു വേവ് തന്നാൽ അത് എന്തായാലും ഒമേഗയും കെയും ഉണ്ടല്ലോ, ഒമേഗ ഡിവൈഡഡ് ബൈ കെ. ഇതാണ്
ഫേസ് വെലോസിറ്റി. ഗ്രൂപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കും. ഗ്രൂപ്പ് വെലോസിറ്റി കണ്ടുപിടിക്കാൻ എല്ലാവരും എളുപ്പമാണ്. ഗ്രൂപ്പ് വെലോസിറ്റി ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ക്യു. ഇങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് വെലോസിറ്റി ഫേസ് വെലോസിറ്റി കണ്ടുപിടിക്കുക. വി പി ഈക്വൽ ടു ഒമേഗ ബൈ കെ, വി ജി ഈക്വൽ ടു ഡി ഒമേഗ ബൈ ഡി ക്യു. അപ്പോൾ എന്താണ് ഒമേഗ? ഒമേഗ എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഒമേഗ ഈസ് ഈക്വൽ ടു 2 പൈ ന്യൂ. നിങ്ങൾ പഠിച്ചായിരിക്കും. ഒമേഗ ഈക്വൽ ടു 2 പൈ ന്യൂ. അതുപോലെ കെ ഈസ് ഈക്വൽ ടു 2 പൈ ബൈ ലാംഡ. 2 പൈ നമ്മളിതിനെ വേവ് നമ്പർ എന്ന് പറയും. കെനെ 2 പൈ ബൈ ലാംഡ. ഓക്കെ അല്ലേ? 2 പൈ ബൈ ലാംഡ. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാണ്. ഞാൻ മായ്ക്കാണ് കേട്ടോ. ഇത് മായ്ക്കുകയാണ്. ഇങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. വി പി ഈക്വൽ ടു ഒമേഗ കെ അല്ലെ. അതായത് ഞാൻ വി പി ഈക്വൽ ടു ഞാൻ എഴുതാണ്. വി പി ഈക്വൽ ടു ഒമേഗ എന്ന് പറഞ്ഞാൽ 2 പൈ ന്യൂ, 2 പൈ ന്യൂ ബൈ കെ എന്ന് പറഞ്ഞാൽ 2 പൈ ബൈ ലാംഡ. വി പി ഈക്വൽ ടു 2 പൈ ന്യൂ. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ന്യൂ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയാണ്. ലാംഡ എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആണ്. സോ വി പി ഈക്വൽ ടു 2 പൈ ന്യൂ ബൈ 2 പൈ ലാംഡ. ഒന്നും ചെയ്തിട്ടില്ല. ഒമേഗ എന്ന് പറഞ്ഞാൽ 2 പൈ ന്യൂ ആണ്. കെ എന്ന് പറഞ്ഞാൽ 2 പൈ ബൈ ലാംഡയാണ് അവിടെ എഴുതി. ഓക്കെ അല്ലേ? രണ്ടോടത്ത് ഒരു 2 പൈ ഉണ്ട്. അപ്പൊ എനിക്ക് വെട്ടിക്കളയാം. 2 പൈ 2 പൈ വെട്ടിപ്പോയി. അപ്പൊ എന്ത് കിട്ടും? ന്യൂ 1 ബൈ ലാംഡ അല്ലെ. 2 പൈ 2 പൈ ഒരു വട്ടമാണ്. അപ്പൊ 1 ബൈ ലാംഡ. 1 ബൈ ലാംഡ. ഞാനിതിനെ മൊത്തത്തിനെ ഞാൻ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. വല്ല മാറ്റം ഉണ്ടാവും? ഞാൻ ഒരിക്കൽ ജിയോളജിയുടെ ഒരു കുട്ടീൻ്റെ അടുത്ത് ഒരിക്കൽ പറഞ്ഞു, സാറ് കല്ല് കാണുന്ന പോലെയല്ല ഞങ്ങൾ കല്ല് കാണുന്നത്, അവര് വേറൊരു രീതിയിലാണ് കല്ല് കാണുന്നത്. ശരിയായിരിക്കാം. പക്ഷെ അപ്പൊ ഞാൻ അടുത്തൊന്നും പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ വണ്ണ് കാണുന്ന പോലെയല്ല ഞങ്ങൾ ഒരു ഫിസിസ്റ്റുകൾ വണ്ണ് കാണാം, അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുന്ന ആളുകൾ വണ്ണ് കാണാം. ഞാനിതിനെ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് കാണും, അല്ലെങ്കിൽ ലോഗ് ഇ എന്ന് കാണും, അല്ലെങ്കിൽ എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് കാണും. എനിക്കിഷ്ടമുള്ള പോലെ കാണാം. അപ്പൊ നിങ്ങൾ വണ്ണ് കാണുന്ന പോലെയല്ല ഞങ്ങൾ വണ്ണ് കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എനിക്കതിൽ എന്തോ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് എഴുതാം. 1 തന്നെയാണ് അല്ലെ. എങ്ങനെ എഴുതാം? ഞാനിവിടെ എഴുതുന്നത് h ബൈ h എന്നാണ്. h ബൈ h 1 അല്ലേ. അപ്പൊ ഇത് 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെയാണ്. വലിയ മാറ്റമൊന്നും വരില്ല. h ന്യൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇ ആണ് അല്ലെ. ഞാൻ എഴുതാം. h ന്യൂ എന്തായി? h ന്യൂ ആയി. ഇതെന്തായി? h ബൈ ലാംഡയായി. h ന്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആര് പറഞ്ഞിട്ടുണ്ട്? ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. h ന്യൂ എന്ന് പറഞ്ഞാൽ ഇ ആണ്. h ബൈ ലാംഡ പി ആണെന്ന് ഡി ബ്രോഗ്ലിയും പറഞ്ഞിട്ടുണ്ട്. വി പി അല്ലേ ഇത്. ഇപ്പൊ വി പിക്ക് പുതിയ ഫോർമുല കിട്ടിയില്ലേ? വി പി ഈക്വൽ ടു ഇ ബൈ പി. അങ്ങനെയാണെങ്കിൽ വി ജി എന്തായിരിക്കും? ഡി ഇ ബൈ ഡി പി. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ. ഇനി പറയാനുള്ളതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇത് പറയുന്നത് നമുക്കൊരു വസ്തുവിന്റെ പൊസിഷനും മൊമെന്റവും പൊസിഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ആണ്, മൊമെന്റ് എന്ന് പറഞ്ഞാൽ പി ആണ്. പൊസിഷനും മൊമെന്റവും, പൊസിഷൻ കണ്ടുപിടിക്കാം, ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ പൊസിഷൻ കണ്ടുപിടിക്കാം, മൊമെന്റം കണ്ടുപിടിക്കാം, പൊസിഷൻ കണ്ടുപിടിച്ചിട്ട് മൊമെന്റം കണ്ടുപിടിക്കാം, മൊമെന്റം കണ്ടുപിടിച്ചിട്ട് പൊസിഷൻ കണ്ടുപിടിക്കാം. അതൊന്നും കുഴപ്പമില്ല. രണ്ടും ഒപ്പം കണ്ടുപിടിക്കാൻ പറ്റില്ല. സൈമുൾട്ടേനിയസ്ലി യു കാൻ മെഷർ ബോത്ത് അറ്റ് സൈമുൾട്ടേനിയസ്ലി. രണ്ടും ഒരേ സമയത്ത് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് നമ്മുടെ കയ്യിൽ നന്നായിട്ട് നല്ല ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന സാധനം ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെയല്ല. നിങ്ങൾ എങ്ങനെ ഒബ്സർവ് ചെയ്താലും നിങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇപ്പൊ വിചാരിക്കുകയാണ് ഒരു ഇലക്ട്രോൺ എന്ന് വിചാരിക്കാം. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ വരും. ഒരു ഇലക്ട്രോൺ എന്ന് വിചാരിക്കാം. അപ്പോൾ എനിക്കതിന്റെ നമുക്ക് കാണാൻ പറ്റില്ല. ഞാൻ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് ഒബ്സർവ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ എങ്ങനെ അത് ഒബ്സർവ് ചെയ്ത് സാധനം കാണണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വേണം? എന്റെ കണ്ണിൽ നിന്ന് ആദ്യം ലൈറ്റ് ഇതിന്റെ മുകളിൽ വീഴണം. ലൈറ്റ് ഇതിന്റെ മുകളിൽ വീണിട്ട് ആ ലൈറ്റ് എന്റെ കണ്ണിലോട്ട് വരണം. എന്നാലേ എനിക്ക് അതിനോടെ കാണാൻ പറ്റും അല്ലെ. അപ്പൊ അല്ലെങ്കിൽ എനിക്കതിനെ അവിടെ ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുത്തണം. അപ്പോൾ ഞാൻ ഇതിനെ നോക്കുമ്പോൾ
ഇപ്പൊ ഇതിനൊരു സ്റ്റേറ്റിലിരിക്കുകയാണ്, പാർട്ടിക്കിൾ ഇപ്പോൾ സ്റ്റേറ്റിലിരിക്കുകയാണ്. ഞാൻ നോക്കുമ്പോൾ ലൈറ്റ് ഇതിന്റെ മുകളിലേക്ക് വന്ന് വീഴുന്നു. അത് അപ്പോൾ ലൈറ്റിന്റെ തിരിച്ചെന്റെ കണ്ണിലോട്ട് വരുന്നു. അപ്പൊ ഞാൻ ഇലക്ട്രോൺ അവിടെ കാണുന്നു. ഇലക്ട്രോണിനെ ഞാൻ കണ്ടു. പക്ഷേ അതിന്റെ പൊസിഷൻ ഞാൻ കണ്ടു. അപ്പൊ എനിക്ക് പൊസിഷൻ കിട്ടി. പൊസിഷൻ വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് പൊസിഷൻ കിട്ടി. പക്ഷേ ഞാൻ പറഞ്ഞു ലൈറ്റ് ഇലക്ട്രോണുമായിട്ട് അല്ലെങ്കിൽ ലൈറ്റ് സ്മോളർ പാർട്ടിക്കിൾ നമ്മൾ ഇന്ററാക്ട് ചെയ്യും. അപ്പൊ ഈ ലൈറ്റ് ഈ പാർട്ടിക്കിളോട് ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മൊമെന്റം മാറിയിട്ടുണ്ടായിരിക്കും, ഇതിന്റെ സ്റ്റേറ്റ് മാറിയിട്ടുണ്ടാവും. ഇനിയിപ്പോ ഞാൻ നോക്കുമ്പോൾ ഇതിന്റെ മൊമെന്റം അപ്പൊ തന്നെ മാറും അല്ലെ, നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ മൊമെന്റം മാറിയിട്ടുണ്ടാവും. ഇനി പറയാനുള്ളതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ഒരു സാധനത്തിന്റെ പൊസിഷൻ നിങ്ങൾക്ക് മെഷർ ചെയ്യാം, ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ പൊസിഷൻ നിങ്ങൾക്ക് മെഷർ ചെയ്യാം, മൊമെന്റം നിങ്ങൾക്ക് മെഷർ ചെയ്യാം. ആദ്യം പൊസിഷൻ മെഷർ ചെയ്യാം, പിന്നെ മൊമെന്റം മെഷർ ചെയ്യാം, അല്ലെങ്കിൽ മൊമെന്റം ആദ്യം മെഷർ ചെയ്യാം, പൊസിഷൻ പിന്നെ മെഷർ ചെയ്യാം. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. രണ്ടും ഒപ്പം ചെയ്യാൻ പറ്റില്ല. ഒരു ക്വാണ്ടം പാർട്ടിക്കിളിന്റെ പൊസിഷനും മൊമെന്റവും ഒപ്പം മെഷർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് there will be an error. നിങ്ങൾ അങ്ങനെ രണ്ടും ചെയ്തു കഴിഞ്ഞാൽ ഒരു എറർ ഉണ്ടായിരിക്കും. അൾട്ടിമേറ്റ് പൊസിഷൻ ആയിട്ട് നിങ്ങൾക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ ഒരു പാർട്ടിക്കിൾ, ഒരു ക്വാണ്ടം പാർട്ടിക്കിൾ ഇലക്ട്രോൺ എന്ന് വിചാരിക്കുക. ഞാൻ അതിനെ ഒബ്സർവ് ചെയ്യാൻ പോവുകയാണ്. എനിക്കതിനെ കാണണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആദ്യം ലൈറ്റ് ഈ പാർട്ടിക്കിൾ ഇലക്ട്രോൺ മുകളിൽ പോയി വേണം, ആ ലൈറ്റ് എൻ്റെ കണ്ണിലോട്ട് വേണം. അപ്പോഴാണ് എനിക്ക് അവിടെ പാർട്ടിക്കിൾ ഉണ്ടെന്ന് മനസ്സിലാവുക. അപ്പോൾ ഇതിന്റെ പൊസിഷൻ നോക്കാനാണ് എനിക്ക് താല്പര്യം. എനിക്ക് പൊസിഷൻ നോക്കണം, മൊമെന്റ് നോക്കണം. അപ്പോൾ ഞാൻ അതിന് പൊസിഷൻ നോക്കാൻ വേണ്ടിയിട്ട് ലൈറ്റും അതിന്റെ മുകളിലോട്ട് വീഴുന്നു. ലൈറ്റ് ഇതിന്റെ മുകളിലോട്ട് വീണ് കഴിഞ്ഞാൽ എനിക്ക് പൊസിഷൻ കിട്ടി. പക്ഷെ ആ ഇൻസ്റ്റന്റിൽ മൊമെന്റം മാറിയിട്ടുണ്ടാവും. കാരണം ലൈറ്റ് ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ഞാൻ പറഞ്ഞില്ലേ, ചെറിയ പാർട്ടിക്കിളിൽ ലൈറ്റ് പാർട്ടിക്കിളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഇതിന് മൊമെന്റം മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതായത് എനിക്ക് പൊസിഷൻ നോക്കണമെന്നുണ്ടെങ്കിൽ മൊമെന്റം മാറിയിട്ടുണ്ടാവും, അല്ലെ മൊമെന്റം നോക്കാൻ പോവുകയാണെങ്കിൽ പൊസിഷൻ മാറിയിട്ടുണ്ടാവും. സോ രണ്ടും എനിക്ക് ഒപ്പം മെഷർ ചെയ്യാൻ പറ്റില്ല. മെഷർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there will be an error. അപ്പോൾ ഞാൻ നല്ലൊരു ഒബ്സർവർ ആണെന്ന് വിചാരിക്കുക. എനിക്ക് അത്രയും ഹൈ സ്കിൽഡ് ആയിട്ടുള്ള ഒബ്സർവർ ആണെങ്കിൽ ഞാൻ എക്സ് നന്നായിട്ട് ഒബ്സർവ് ചെയ്തു. അപ്പോൾ ഒരു എറർ ഉണ്ടായിരിക്കും, എൻ്റെ എക്സ് മെഷർമെന്റിൽ ചെറിയ എറർ ഉണ്ടായിരിക്കും. അതിന് ഡെൽറ്റ എക്സ് എന്ന് പറയുകയാണ്. ഞാൻ മൊമെന്റ് മെഷർ ചെയ്തു, അതിന് ഒരു എറർ ഉണ്ട്, അതാണ് ഡെൽറ്റ പി. രണ്ടും അപ്പൊ ഞാൻ രണ്ടും സൈമിൾട്ടേനിയസ്ലി മെഷർ ചെയ്തു. ഡെൽറ്റ എക്സ് മെഷർ ചെയ്തു, പിയും മെഷർ ചെയ്തു. അപ്പൊ രണ്ടിനും ഒരു എറർ ഉണ്ടായിരിക്കും. ആ എററാണ് എക്സിലുള്ള എററാണ് ഡെൽറ്റ എക്സ്, പിയിലുള്ള എററാണ് ഡെൽറ്റ പി. രണ്ടും കൂടി ഞാൻ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ മിനിമം വാല്യൂ h bar by 2π ആയിരിക്കും. മാക്സിമം എത്രയാവാം, എറർ എത്ര വേണേ വരുത്താം. നിങ്ങൾ അത്രയും ഒബ്സർവ് ചെയ്തിട്ടാണ് ചെയ്തതെങ്കിൽ മിനിമം എറർ h/2π ആയിരിക്കും. അപ്പൊ നിങ്ങൾ വിചാരിക്കുക, നിങ്ങളെ എക്സ് വളരെയധികം എറർ ഒന്നും ഇല്ലാതെ നിങ്ങൾ എക്സ് മെഷർ ചെയ്തെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവിടെ പി തെറ്റിക്കോളും, പി കൂടും. മൊത്തം ഈ ഒരു ഇക്വേഷൻ കറക്റ്റ് ആക്കുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ആയിക്കോളും. ഓക്കെ, അപ്പോൾ അത് നമ്മുടെ ഒബ്സർവേഷൻ നമ്മൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല. കാരണം അതൊരു നാച്ചുറൽ ഒരു ട്രൂത്ത് ആണ്. ഇത് നമ്മുടെ ഒബ്സർവേഷൻ ചെയ്യാൻ പറ്റാത്ത സ്കില്ലിന്റെ കുറവല്ല. ഇത് നമ്മൾ മെട്രിക്സ് മെക്കാനിക്സ് എന്ന് പറഞ്ഞിട്ട് ക്വാണ്ടം മെക്കാനിക്സിന്റെ മേഖലയുണ്ട്. അത് മൊത്തം ഈ എക്സ് പി ഇവരുടെ ഒരു എന്താ പറയാ കമ്മ്യൂട്ടേഷൻ റിലേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഡെൽറ്റ എക്സിന് ഡെൽറ്റ പി h/2π രണ്ടും നമുക്ക് ഒപ്പം മെഷർ ചെയ്യാൻ പറ്റില്ല. മെഷർ ചെയ്താൽ there will be an error. ഇനി ഇത് പൊസിഷൻ മൊമെന്റ് മാത്രമല്ല, എനർജിയും ടൈമും ഇങ്ങനെ ഇതിനെ നമ്മൾ കോൺജുഗേറ്റ് പെയേഴ്സ് എന്നാണ് പറയുക. ഇനി ഇതുപോലുള്ള വേറൊരു പെയറാണ് എനർജിയും ടൈമും. ഇതും നിങ്ങൾക്ക് ഒരേ സമയത്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റില്ല. ചെയ്യുകയാണെങ്കിൽ there will be an error. ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു h/2π. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് പറയാനുള്ള മെയിനുള്ള കുറച്ച് കാര്യങ്ങൾ. അത് പറഞ്ഞു. ഇനി ഈ ക്വാണ്ടം മെക്കാനിക്സിലോട്ട് വേവ് ഫംഗ്ഷനിലോട്ട് കിടക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ശരി എന്നാൽ.